ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞങ്ങളുടെ സവാനയിലത്തെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ രാത്രി വന്ന് ഞങ്ങൾ ആകെ ടയർഡായി, അങ്ങനെ കിടന്ന് ഉറങ്ങി. ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇത്തിരി തലവേദനയ്ക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു 5 hours ഉണ്ട് കേട്ടോ കസിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇത്ര വരെ വന്നതല്ല, അപ്പോൾ ഇവിടെ പറ്റിയ എന്തെങ്കിലും ഒന്ന് കവർ ചെയ്യണം, എന്തെങ്കിലും ഒരു അട്രാക്ഷൻ കവർ ചെയ്യണം, എന്നിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യാൻ ടൈമായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കവർ ചെയ്തിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് നേരെ കസിൻ്റെ വീട്ടിലേക്ക്. ഞങ്ങൾ ട്രാവൽ തുടങ്ങിയപ്പോഴുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കാണാത്തവർക്കായിട്ട് പറയാണ്, ഞങ്ങൾ ന്യൂജേഴ്സിയിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് ഒരു ലോങ് ഡ്രൈവ് പോവാണ്. ഒരു 17 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അപ്പം അതിനിടയിൽ സവാനയിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. മോൻ്റെ ഫേവറേറ്റ് സീരിയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലെടുക്കുകയാണ് ഞാൻ. ഇത് കൂടാതെ ബ്രെഡ്, മഫിൻസ്, പിന്നെ ഇതിലുള്ളത് സ്ക്രാമ്പിൾഡ് എഗ്സ്, പിന്നെ ബ്രിസ്ക്കറ്റ്, പിന്നെ ബേക്കൺ സ്ട്രിപ്സ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ പോർക്കിൻ്റെ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ പാൻകേക്ക് ഓർ വേഫിൾസ് ഉണ്ടാക്കാനുള്ള സംഭവമുണ്ട്. അപ്പം അതിനുള്ള ബാറ്റർ അവിടെ തന്നെ ഉണ്ടാവും, മെഷീനും അടുത്തുണ്ടാവും. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കി കഴിക്കാം. ഇത് കൂടാതെ ഫ്രൂട്ട്സിൻ്റെ ഒരു സാലഡ് ഉണ്ടായിരുന്നു, അതും നല്ലതായിരുന്നു. പിന്നെ ജ്യൂസ്, കോഫി അതൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പോയത് ലാസ്റ്റ് ക്രിസ്മസ് ടൈമിനാണ്. അപ്പോൾ അത് കാരണം അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഹിസ്റ്റോറിക് സൈറ്റ് കാണാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ടാമ്പ പോകുന്നത്. അപ്പം അത് കുറച്ച് ടൈം എടുക്കും. എന്തായാലും രാത്രി ആകുമ്പോഴേക്കും അവിടെ എത്തും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ സവാന. അത് ഞങ്ങളവിടെ വിൻ്റർ ടൈമിൽ നിന്ന് ഇവിടെ വന്നുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല രസമുണ്ടായിരുന്നു ഈ മരങ്ങളൊക്കെ ഇങ്ങനെ പച്ചപ്പായിട്ട് കാണുമ്പോൾ. അതുപോലെ നല്ല ഭംഗിയുള്ള മരങ്ങളുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതുപോലുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഇങ്ങനത്തെ ഹിസ്റ്റോറിക് പ്ലേസുകളാണ്. അത് കൂടാണ്ട് എന്താ പറയുക, സിറ്റി ബസ് ടൂർ ഉണ്ട്, ഗോസ്റ്റ് സിറ്റി ബസ് ടൂറൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഗോസ്റ്റ് പോലെ വേഷം കെട്ടിയൊക്കെ ആൾക്കാരൊക്കെ വരും. എനിക്കത് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലേറ്റ് ആവും, അത് ഈവനിങ്ങേ ഉള്ളൂ. അപ്പം അത് കാരണം നമ്മളിപ്പോൾ പോകുന്നത് വോംസ്ലോ ഹിസ്റ്റോറിക് സൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അവിടെ കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പം അവിടെ ഇങ്ങനെ നിറയെ ഓക്ക് ട്രീകൾ ഇങ്ങനെ ചുറ്റും നിന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതാ നമ്മളിവിടെ എത്തിയിട്ടോ. ഇനി ഇവിടെ കുറച്ച് ട്രെയിൽസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഉള്ളിൽ പോയിട്ട് എന്താണ് കാര്യം നോക്കണം. സവാനയിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഈ ഒരു വോംസ്ലോ ഹിസ്റ്റോറിക് സൈറ്റ്. അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള രസമുള്ള ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ പോലത്തെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു മാപ്പ് പോലെ അവർ തന്നു, നമുക്ക് എങ്ങനെയാണ് പോകണ്ടേ, എവിടേക്കാണ് പോകണ്ടേ, ഇത് വല്ല ട്രെയിൽസ് ഉണ്ടോ, അതൊക്കെയായിരുന്നു ഡൗട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നായിരുന്നു. ഇവിടെ ഇതുപോലൊരു ട്രോളി സർവീസ് പോലെ ഉണ്ട്, ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകുമ്പോൾ നടന്ന് പോവാം, തിരിച്ചു വരുമ്പോൾ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ വരാം എന്ന് വിചാരിച്ചു. യെസ്, ഓൾ ഗുഡ്. നമ്മൾ പോവാണ്. നീ മെല്ലെ ഓടിച്ചാൽ മതി, ഓക്കെ, മെല്ലെ പോയാൽ മതി. ഇവിടെ നോക്കത്രോ. ആ സൂപ്പർ. നേരെ പോട്ടാ, മെല്ലെ പോയാൽ മതി. മോൻ അവിടെ നിന്നൊരു സൈക്കിൾ റെൻ്റ് എടുത്തു. അപ്പോൾ അതിൽ അവനത് ഓടിച്ച് വന്നോളും. അവൻ ഇത്ര ദൂരം നടക്കണേന് അതായിരിക്കും ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ നമ്മൾ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ സൈക്കിളൊക്കെ റെൻ്റ് എടുത്ത് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഇതാണ് അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലം. നല്ല രസമല്ലേ കാണാനായിട്ട്. 2 സൈഡിൽ ഓക്ക് ട്രീ ആണ് കേട്ടോ. അപ്പം അതിങ്ങനെ
ആർച്ച് പോലെ വളഞ്ഞിങ്ങനെ നിൽക്കണതാണ് നല്ല രസമുണ്ട്. ഇത് കാണുമ്പോൾ ഇത് എവിടേക്കോ കണ്ട പോലെ ഉണ്ട്. നമ്മുടെ മോണിറ്ററിന്റെ സ്ലൈഡ് ഷോയിലാണോ അതോ ഈ ക്ലാസ്മേറ്റ്സ് ബുക്കിന്റെ പുറംചട്ടയിലാണോ എന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷെ എവിടെയോ കണ്ട പോലെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അയ്യോ അത് ഭയങ്കര കഷ്ടായിരിക്കും. എന്തായാലും നല്ല അടിപൊളി ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ അത്. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു. പിന്നെ ഒരു കാര്യം, നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ ഇത് ഇപ്പം തീരും എന്ന് വെച്ചിട്ട് തീരുന്നുണ്ടായില്ല. കുറേ ഉണ്ടായിരുന്നു നടക്കാനായിട്ട്. കുറേ നടന്നിട്ടാണ് ഒരു 1.5 മൈൽസ് എന്തോ ഉണ്ടെന്ന് പിന്നെ തിരിച്ചു വരുമ്പോൾ ആ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. ഇത് ഏതോ ഒരു കെട്ടിടത്തിന്റെ ഫ്ലോർ പ്ലാൻ പോലെയാണ്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു പ്ലാൻ ഒക്കെ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ പറമ്പിക്കൂടൊക്കെ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. എന്തോ കാട് പോലെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ചെറിയ കുറേ വഴികളുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതോ പറമ്പിലൊക്കെ നടക്കണ പോലെ ഒരു ഫീലായിരുന്നു. പെട്ടെന്ന് കാണുമ്പോൾ എൻ്റെ അമ്മയുടെ വീടൊക്കെ ഏകദേശം അവിടുത്തെ മണ്ണൊക്കെ ഇങ്ങനെയാണ്. കടലിൻ്റെ അടുത്താണ്, ബീച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ പൂഴിമണ്ണ് പോലത്തെ മണ്ണൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ നടക്കണ പോലത്തെ ഒരു ഫീലായിരുന്നു. അത് കഴിഞ്ഞിതാ ഈ ഒരു സ്ഥലം, ഇതും നമ്മുടെ നാട്ടിലെ പാടമൊക്കെ പോലെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് കണ്ടാൽ അങ്ങനെ തോന്നില്ലേ? നിങ്ങൾ പറയേ. എനിക്കിങ്ങനെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെ ഈ പാടം, ഇപ്പം പാടത്തൊക്കെ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ നോക്കാനൊക്കെ പറ്റിയ പോലെ, അതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മളെ നാട്ടിലെ ഏതോ ഒരു പാടമൊക്കെ പോലെ ഉണ്ട്. താഴെ കാണുന്ന ഫുള്ള് ചേറാണ് കേട്ടോ. അമ്മാവാ അതെ അമ്മാവൻ. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഏതൊക്കെയോ ഷോർട്ട് കട്ട് വഴി വന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ സ്ട്രോളർ കൊണ്ടുവരാനും സൈക്കിൾ ചവിട്ടാനൊക്കെ കുറച്ച് പാടായിരുന്നു കേട്ടോ. അയ്യോ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കാണാണ്ട് അതാന്ന് തോന്നും. എന്തായാലും നടന്ന് പോയി നോക്കാം അല്ലേ. നല്ല പാടാല്ലേ ഓടിക്കാൻ. അങ്ങനെ നടന്ന് ഞങ്ങൾക്ക് മതിയായി. ഇപ്പം തിരിച്ചു വരുമ്പോൾ ആ ട്രോളി സർവീസ് എടുത്തു കേട്ടോ. How many trees? നിനക്ക് വേണം കുഞ്ഞാപ്പാ. 404 trees ഉണ്ടെന്ന്. ഓ 404. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വേഗം എത്തി. അവർ വണ്ടിയിലിരുന്ന് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ ഇതാ ഇങ്ങനെ രണ്ട് നമ്മുടെ ഈ എന്താ പറയുക ചാരു കസേരയില്ലേ, അതുപോലത്തെ കസേരകളുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ചൂട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ചാരു കസേര നമുക്കിങ്ങനെ കാണുമ്പോൾ ഇരുന്ന് ആടാൻ തോന്നുമല്ലോ. അപ്പോൾ ഞങ്ങളും കുറച്ച് നേരം അവിടെ ഇരുന്ന് ചുമ്മാ ആടി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു വരുന്ന വഴി ലഞ്ചും കഴിച്ചു. ഇപ്പോൾ ഇവിടെ അടുത്തൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. എനിക്ക് മെക്സിക്കൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസും നല്ല രസമായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു സ്പൈസി കോക്കനട്ട് ശ്രിമ്പ് വിത്ത് റൈസ്, പിന്നെ ടോട്ടിയാസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വലിയ ഫിഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു ശ്രിമ്പ് നമ്മുടെ നാട്ടിലെ ഈ തേങ്ങ അരച്ച് ചെമ്മീൻ വെക്കില്ലേ, അതിൻ്റെയൊക്കെ ഒരു വകഭേദം എന്ന് പറയാം. അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങള് ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ പോവാണ്. ഇനി 5 hours ഉണ്ടല്ലേ ടാമ്പ. 4 hours 59 minutes. 5 hours തന്നെ. അപ്പൊ അത്രയും കൂടി ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. പാടം പോലെ ഉണ്ട് ഒക്കെ കാണാൻ. ഐഡിയ നീ മറക്കറത്തൊക്കെ പശ്ചാത്താനൊരു ഐഡിയ ഞാൻ വെച്ചിരുന്നു. പണ്ടാരടങ്ങാൻ മറന്നു. ഇപ്പൊ മറുപടിയും കല്യാണം பண்ணுவோம். കല്യാണം பண்ண பார்க்கணும், சாப்பாடு ஏற்பாடு பண்ணணும். അപ്പൊ നമ്മള് ഫ്ലോറിഡ എത്തിട്ടോ. ഇനി 8 minute കൂടി അല്ലേ. നമ്മള് ഇപ്പൊ എത്ര എന്താ പറയാ നമ്മളിപ്പോ എത്ര
കിലോമീറ്റർ എത്രയോ ജന്മമായി അതല്ല നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ അവിടം തൊട്ട് ബേയോൺ തൊട്ട് ഇവിടം വരെ എത്ര ഓടിച്ചിട്ടുണ്ടായിരിക്കും? എത്ര മൈൽസ്? almost 1100 miles. 1100 മൈൽസാ? Almost. ആ നമ്മുടെ ആദ്യത്തെ ലോങ് ട്രിപ്പ്. 800 feet, turn right onto Compton Drive. അതാ നമ്മളവിടെ എത്തി, ഫൈനലി എത്തി. അയ്യോ വേണ്ടായി, മെല്ലെ മെല്ലെ. അയ്യോ അയ്യോ ടി വി ഉമ്മ ഉമ്മ ആരാത്? ദേവുട്ടാ ഉമ്മ കൊടുക്കൂ. ഉമ്മ ഉമ്മ ഉമ്മ. അങ്ങനെ കസിൻ്റെ വീട്ടിലെത്തി. ഇനി കുറച്ച് നാൾ ഇവിടെ അടിച്ചു പൊളിക്കും, അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ്, അവർ കുറേ നാൾ കൂടി കാണാമല്ല, ഞങ്ങളും അതെ. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.